ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ നിർവഹിക്കും. 9 കോടിയിലേറെ കർഷകർക്ക് 20,000 കോടി രൂപ പദ്ധതിയിലൂടെ കൈമാറും. മേപ്പാടി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കേരള നിയമസഭ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. 56 വർഷം മുൻപ് വിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച ധീരസൈനികൻ തോമസ് ചെറിയാന് ജന്മനാടിന്റെ വിട. സംസ്കാര ചടങ്ങുകൾ സൈനിക ബഹുമതികളോടെ പത്തനംതിട്ടയിൽ നടന്നു. ആഗോള രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കനത്ത നഷ്ടം നേരിട്ട രാജ്യത്തെ ഓഹരി വിപണികൾ. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ നിർവഹിക്കും. രാജ്യത്തെ 9.4 കോടി കർഷകർക്ക് 20,000 കോടി രൂപ പദ്ധതിയുടെ ഭാഗമായി കൈമാറും. PM കിസാൻ സമ്മാൻ നിധിയുടെ പ്രതിവർഷം 6,000 രൂപയാണ് 3 ഗഡുക്കളായി കർഷകർക്ക് കൈമാറുന്നത്. 2019 ഫെബ്രുവരി 24-നാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 3.45 ലക്ഷം കോടി രൂപ പദ്ധതിയിലൂടെ ഇതുവരെ കർഷകർക്ക് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തെ കാർഷിക മേഖലയുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ സുപ്രധാന പദ്ധതി നടപ്പാക്കി വരുന്നത്. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, മഹാരാഷ്ട്ര ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. PM കിസാൻ ഉത്സവ് ദിവസ് എന്ന പേരിൽ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക പരിപാടികളും നാളെ സംഘടിപ്പിക്കും. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. മേപ്പാടി വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ മരിച്ചവർക്ക് നിയമസഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദുരന്തത്തെ അതിജീവിച്ചവർക്ക് മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ജീവിതം നൽകാനുള്ള പരിശ്രമത്തിലാണ് സർക്കാരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വയനാട് ദുരന്തബാധിതർക്കായി സുരക്ഷിതമായ ടൌൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വിലങ്ങാട് ദുരന്തബാധിതരുടെ സമഗ്ര പുനരധിവാസം ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മേപ്പാടി വിലങ്ങാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ചരമോപചാരം അർപ്പിച്ച ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ തിങ്കളാഴ്ച വീണ്ടും ചേരും. അരനൂറ്റാണ്ടിലധികം കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ധീര സൈനികൻ തോമസ് ചെറിയാന് ജന്മനാട്ടിൽ അന്ത്യവിശ്രമം. സംസ്കാര ചടങ്ങുകൾ സൈനിക ബഹുമതികളോടെ ഇന്ന് ഉച്ചതിരിഞ്ഞ് പത്തനംതിട്ട ഇലന്തൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്നു. കേരള സർക്കാരിനായി മന്ത്രി വീണ ജോർജ് അന്തിമോപചാരം അർപ്പിച്ചു. ഹിമാചൽ പ്രദേശിൽ 1968 നടന്ന സൈനിക വിമാന അപകടത്തിൽ വീരമൃത്യു വരിക്കുമ്പോൾ തോമസ് ചെറിയാന് 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൈന്യത്തിന്റെ സമാനതകളില്ലാത്ത തിരച്ചിലിലൂടെ ഹിമാചൽ പ്രദേശിലെ റോത്താങ് പാസ് മഞ്ഞുനിരകളിൽ 56 വർഷങ്ങളായി ജീവനറ്റുകിടന്ന തോമസ് ചെറിയാന് ഇനി സ്വന്തം ദേശത്ത് അന്ത്യവിശ്രമം കൊള്ളാം. പത്തനംതിട്ട ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയും മതാചാരങ്ങൾക്കനുസരിച്ചും നടന്ന സംസ്കാര ചടങ്ങിൽ വൻ ജനാവലിയാണ് അദ്ദേഹത്തിന് അന്തിമോപചാരമർപ്പിക്കാനായി എത്തിയത്. തോമസ് ചെറിയാന് അച്ഛനും അമ്മയും ജ്യേഷ്ഠ സഹോദരനും ഉറങ്ങുന്ന മാതൃദേവാലയത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കാരം നടന്നു. തിരുവനന്തപുരം ശംഖുമുഖത്തെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഇന്ന് രാവിലെ 10-ന് പ്രത്യേകം അലങ്കരിച്ച സൈനിക വാഹനത്തിൽ എത്തിക്കുകയായിരുന്നു. തദ്ദേശ സ്വയംഭരണ അദാലത്തിലൂടെ അനേകം പേർക്ക് നിഷേധിക്കപ്പെട്ട നീതി ലഭ്യമാക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി MP രാജേഷ്. 17 അദാലത്തുകളിൽ നിന്നായി ലഭിച്ച 17,799 പരാതികളിൽ 92% അനുകൂലമായി തീർപ്പാക്കിയതായും മന്ത്രി അറിയിച്ചു. മദ്യനയം അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രിസഭായോഗത്തിന്റെ അനുമതിയാണ് ഇനി വേണ്ടതെന്നും ശ്രീ MP രാജേഷ് വ്യക്തമാക്കി. തിരുവനന്തപുരം മ്യൂസിയം കോമ്പൗണ്ടിൽ നടന്ന ചടങ്ങിൽ വന്യജീവി വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രി J. ചിഞ്ചുറാണി നിർവഹിച്ചു. വനം വന്യജീവി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഒക്ടോബർ 2 മുതൽ 8 വരെ വന്യജീവി വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3ാം പതിപ്പിനെ ന്യൂഡൽഹിയിൽ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ഗ്രോത്തും സംയുക്തമായാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ നേതൃതല യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. ഈ മാസം 15, 16 തീയതികളിലാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ സർദാരി കഴിഞ്ഞ വർഷം SCO വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയിരുന്നു. വയനാട്ടിലെ യഥാർത്ഥ കണക്ക് കേന്ദ്ര സർക്കാരിന് നൽകിയോ എന്ന് ചോദിക്കേണ്ട സംസ്ഥാനത്തെ പ്രതിപക്ഷം ഭരണപക്ഷത്തിന് വിധേയപ്പെട്ടതായി ആരോപിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മുഖ്യമന്ത്രിയോ റവന്യൂ മന്ത്രിയോ ദുരന്തത്തിന്റെ യഥാർത്ഥ നാശനഷ്ട കണക്കുകൾ സഭയിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരായ BJPയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ശ്രീ വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കണയന്നൂരിൽ നടന്ന പ്രതിഷേധ മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. മുഖ്യമന്ത്രി രാജിവെക്കുക, തൃശൂർ പൂരം വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 5 മുതൽ 20 വരെയാണ് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നാളെ നടക്കും. ഇടുക്കിയിൽ ഏലം കർഷകർ നേരിടുന്നത് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത പ്രതിസന്ധി. മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ച് മറ്റ് മേഖലകളിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. 2018 പ്രളയത്തിന് ശേഷം ഇടുക്കിയിൽ ഏലം കൃഷി 50% നശിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ നിന്ന് കരകയറി വരുന്നതിനിടെ കഴിഞ്ഞ വേനലും കർഷകരെ തളർത്തി. 60% കൃഷി കരിഞ്ഞുണങ്ങി നശിച്ചു. തുടർന്നെത്തിയ കാലവർഷത്തിലും വ്യാപകമായി കൃഷിനാശമുണ്ടായി. കീടനാശിനി, വളം എന്നിവയുടെ വിലവർദ്ധനവും കീടങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും രൂപത്തിലും ഏലം മേഖല കഴിഞ്ഞ കാലത്തിൽ വലിയ തിരിച്ചടി നേരിട്ടു. ഓണത്തിന് പച്ചയായ കായ പറിച്ചാണ് പല കർഷകരും വിൽപ്പന നടത്തിയത്. ഏലം കൃഷിയുടെ തകർച്ച കൃഷിക്കാരെ മാത്രമല്ല ജില്ലയുടെ സാമ്പത്തിക നിലയെ തന്നെ പിടിച്ചുലയ്ക്കുമെന്ന് അവസ്ഥയിലാണ്. തൃശൂർ ATM കവർച്ചാ കേസിലെ പ്രതികളായ 5 ഹരിയാന സ്വദേശികളെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തമിഴ്നാട് പോലീസ് കൈമാറിയ പ്രതികളെ കേരള പോലീസ് വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തൃശൂരിൽ 3 ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ വെച്ചാണ് പിടിയിലായത്. കേരള രാജ്ഭവനിൽ ഈ മാസം 13 രാവിലെ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ കുട്ടികളെ എഴുത്തിനിരുത്താനുള്ള രജിസ്ട്രേഷൻ ഒക്ടോബർ 9 വരെ നീട്ടി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചടങ്ങിൽ കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കും. രജിസ്ട്രേഷനായി വിളിക്കേണ്ട നമ്പർ 0471272110. മധ്യപൂർവ്വ മേഖലയുമായി ബന്ധപ്പെട്ട ആഗോള രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി നിക്ഷേപകർക്ക് 2 ദിവസത്തിനുള്ളിലുണ്ടായത് 14 ലക്ഷം കോടി രൂപയുടെ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് ഇന്ന് 808 പോയിന്റ് താഴ്ന്ന് 81,688-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 235 പോയിന്റ് ഇടിഞ്ഞ് 25,014-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നെങ്കിലും ഒപെക് രാജ്യങ്ങളിലെ ഉൽപാദക വർധന വരും ദിവസങ്ങളിൽ ക്രൂഡ് ഓയിൽ വില നിയന്ത്രണ വിധേയമാക്കുമെന്നാണ് വിലയിരുത്തൽ. സ്വർണ്ണവിലയിൽ നേരിയ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 56,960 രൂപയും ഗ്രാമിന് 7,120 രൂപയുമാണ് ഇന്നത്തെ വില. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. രാത്രി 7:30 ദുബായിലാണ് മത്സരം. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ ദക്ഷിണാഫ്രിക്ക 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 119 റൺസ് വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക 17.5 ഓവറിൽ മറികടന്നു. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ഗോവയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം വഴുതക്കാട് അനുഭവപ്പെടുന്ന കുടിവെള്ള ദൌർലഭ്യം ഒക്ടോബർ 25 മുൻപ് പരിഹരിക്കാൻ കഴിയുമെന്ന് ജല അതോറിറ്റി ചീഫ് എഞ്ചിനീയർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. PM കിസാൻ സമ്മാൻ നിധിയുടെ 18ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്രയിൽ നിർവഹിക്കും. 9 കോടിയിലേറെ കർഷകർക്ക് 20,000 കോടി രൂപ പദ്ധതിയിലൂടെ കൈമാറും. മേപ്പാടി, വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് കേരള നിയമസഭ. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. 56 വർഷം മുൻപ് വിമാന അപകടത്തിൽ വീരമൃത്യു വരിച്ച ധീര സൈനികൻ തോമസ് ചെറിയാന ജന്മനാടിന്റെ വിട. സംസ്കാര ചടങ്ങുകൾ സൈനിക ബഹുമതികളോടെ പത്തനംതിട്ടയിൽ നടന്നു. ആഗോള രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കനത്ത നഷ്ടം നേരിട്ട രാജ്യത്തെ ഓഹരി വിപണികൾ. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.